പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് കർത്താവിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ആഘോഷിക്കുക എന്ന പ്രയോഗം ശരിയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ആഘോഷിച്ചില്ലെങ്കിലും പ്രഘോഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എങ്ങനെയാണ് നമുക്ക് കരുണ മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ സാധിക്കുക? നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ എന്നോട് തന്നെ കരുണ ഉള്ളവനായിരിക്കണം. എന്നോട് തന്നെ എനിക്ക് കരുണയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് കരുണയുള്ളവനായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് എന്നോട് തന്നെ എനിക്ക് കരുണ കാണിക്കാൻ സാധിക്കുക? ചിന്തിക്കാം. ഞാൻ എന്നോട് തന്നെ കരുണയുള്ളവനാണ് എങ്കിൽ എന്നെ നശിപ്പിക്കുന്ന, എന്നെ ഉപദ്രവിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല. ഉദാഹരണത്തിന് മദ്യപാനം, പുകവലി, ഈ ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങൾ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സെയും നശിപ്പിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ കരുണയുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിനൊന്നും മുതിരുകയില്ല. പിന്നെ എൻ്റെ ഉള്ളിലെ വെറുപ്പ്, വിദ്വേഷം, അഹംഭാവം, അഹങ്കാരം ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ നശിപ്പിക്കും എന്നെനിക്കറിയാം. എൻ്റെ ആത്മാവിനെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ബുദ്ധിയൊക്കെ നശിപ്പിക്കും. അപ്പോൾ എന്നോട് തന്നെ ഞാൻ കരുണ കാണിക്കണം. എങ്ങനെയാണ്? ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ സാധിക്കുള്ളൂ. അത് ഞാൻ കരുണയെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാവില്ല. നേരെ മറിച്ച് എനിക്ക് എൻ്റെ ഉള്ളിൽ കരുണയുണ്ടെങ്കിലോ അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകും. ഇല്ലാത്ത ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാനോ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് സ്വയം അനുഭവിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കർത്താവിനോട്, കർത്താവേ, അങ്ങയുടെ കരുണയാൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിൻ്റെ കരുണ കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും നിറയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ കരുണയുള്ളവരായിരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കാരുണ്യം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ നോട്ടവും സംസാരവും പ്രവർത്തനവും എല്ലാം കരുണയിൽ നിന്നും ഒഴുകി വരുന്ന പ്രകാശം പോലെയായിരിക്കും. കർത്താവിൻ്റെ കരുണയുടെ ഫോട്ടോയിലൂടെ നമുക്കറിയാം കതിരുകൾ വരുന്നത് പോലെ തന്നെ നമ്മളിൽ നിന്നും കരുണയുടെ കതിരുകൾ പുറപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ആദ്യം തന്നെ കരുണയുള്ളവരായിരിക്കാം. ആ കാരുണ്യമാണ് നമുക്ക് ആവശ്യം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോടും കരുണയുള്ളവരായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക? നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിച്ചാൽ നമുക്ക് കർത്താവിൻ്റെ കരുണ കിട്ടുകയുള്ളൂ. താനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം പോലെയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കും, അപ്പോൾ നിങ്ങളോടും കരുണ കാണിക്കും. അപ്പോൾ അതാണ് നമുക്ക് നമ്മളോട് തന്നെ കരുണയുള്ളവരാവണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കരുണയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർഹിക്കാവുന്നത്, യോഗ്യതയില്ലാത്തതിൽ വെറുതെ ലഭിക്കുന്നതാണ് ഗിഫ്റ്റ്, ദാനം. അത് കരുണയുണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു മനുഷ്യനെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം, ഒരു യാചകനെ, അയാൾക്ക് അർഹതയില്ലെങ്കിലും കൊടുക്കുന്നത് ഇതിൽ കാരുണ്യമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ആ കാരുണ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹവും അതുപോലെ മറ്റ് ദൈവിക പുണ്യങ്ങളും നമ്മളിലുണ്ടാവും. മറ്റു വിനയവും വിശുദ്ധിയും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ദൈവിക നന്മകൾ നമ്മളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കരുണയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയാണ് നമ്മുടെ നടപ്പും എടുപ്പും പ്രവർത്തനങ്ങളും ജീവിതവും ജീവനും എല്ലാം. ഇനി നമ്മുടെ മരണശേഷവും നമുക്ക് കർത്താവിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇന്നേ ദിവസം കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണയാൽ നമുക്ക് നിറയാം. അതിനുള്ളൊരു ദിവസമായിട്ട് തീരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മളോട് തന്നെ കരുണ പ്രഘോഷിക്കാം. നമ്മളോട് തന്നെ, പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മൾ ബന്ധപ്പെടുന്നവരോട്, പരിചയപ്പെടുന്നവരോട്, സുഹൃത്തുക്കളോട് ഒക്കെ നമുക്ക് കരുണയുള്ളവരായിരിക്കാൻ എളുപ്പമാണ്, ഈസിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഗ്രഹം കർത്താവേ ക്ഷമിക്കുക. ഇന്നത്തെ ഈ കരുണയുടെ പ്രത്യേകം ഓർമ്മ കൊണ്ടാടുന്ന ദിവസം നമുക്ക് കർത്താവ് ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഏവരെയും കരുണയാൽ സമർത്ഥമായി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.